ഒരു കാര്യം ചെയ്യരുത്, അതല്ലെങ്കിൽ ചെയ്യല്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിന് ഇംഗ്ലീഷിൽ പറയാൻ വളരെ ഈസിയാണ്. ഡോണ്ട് പ്ലസ് വേർബ് ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ പോകല്ലേ, ഡോണ്ട് കം എന്ന് പറഞ്ഞാൽ വരല്ലേ അല്ലെങ്കിൽ വരരുത്, ഡോണ്ട് ഡു എന്നാൽ ചെയ്യരുത്, ഡോണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങല്ലേ, ഡോണ്ട് ക്രൈ കരയരുത് അല്ലെങ്കിൽ കരയല്ലേ, ഡോണ്ട് വർക്ക് ചെയ്യല്ലേ, ഡോണ്ട് ഡ്രൈവ് ചെയ്യല്ലേ. അപ്പോൾ ഡോണ്ട് പ്ലസ് വേർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ചെറിയ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. ഡോണ്ട് എന്നാൽ ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ചെയ്യല്ലേ എന്നതിന് പകരം ചെയ്യിപ്പിക്കല്ലേ എന്നാണ് പറയുന്നതെങ്കിലോ അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് മേക്ക് മീ ക്രൈ എന്ന് പറഞ്ഞാൽ എന്നെ കരയിപ്പിക്കല്ലേ, ഡോണ്ട് മേക്ക് മീ ഡു എന്നെ ചെയ്യിപ്പിക്കല്ലേ, ഡോണ്ട് മേക്ക് മീ വർക്ക് എന്നെ പണി ചെയ്യിപ്പിക്കല്ലേ, ഡോണ്ട് മേക്ക് മീ വെയിറ്റ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ. ഇങ്ങനെ ഡോണ്ട് കഴിഞ്ഞ് മേക്ക് എന്ന ഒരു വേർബ് കൂടി ചേർത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഡോണ്ട് യൂസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യല്ലേ, ഡോണ്ട് മേക്ക് മീ യൂസ് ഇറ്റ് എന്നെ കൊണ്ട് അത് യൂസ് ചെയ്യിപ്പിക്കല്ലേ, ഡോണ്ട് സിങ് പാടല്ലേ, ഡോണ്ട് മേക്ക് മീ സിങ് എന്നെ കൊണ്ട് പാടിപ്പിക്കല്ലേ. ഇനി മീ എന്ന ഒരു ഓബ്ജക്റ്റിന് പകരം വേറെ ഓബ്ജക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മീ എന്നതിന് പകരം ഹെർ എന്നാക്കി നോക്കാം. അപ്പോൾ ഡോണ്ട് മേക്ക് ഹെർ ക്രൈ എന്ന് പറഞ്ഞാൽ അവളെ കരയിപ്പിക്കല്ലേ എന്നായി. ഡോണ്ട് മേക്ക് ഹിം ഡ്രൈവ് അവനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കാമല്ലോ.